വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കിയയുടെ ഷോറൂമിലാണ്. എന്തിനാന്നല്ലേ, നമ്മുടെ സീറോസ് വിട്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് ആക്ച്വലി ടോപ്പ് എൻഡ് വേരിയൻ്റാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. നമ്മുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന HTK വേരിയൻ്റ്, അതായത് ബേസ് വേരിയൻ്റ്, ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അത് അതിൻ്റെ ഒരു ബ്രോഷറാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, എത്രയും അധികം ഫീച്ചേഴ്സ് നമ്മുടെ ആ ഒരു ബേസ് വേരിയൻറ്റിൽ കിടക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. HTK ആണ്, ബ്ലാക്ക് കളർ ഷെയ്ഡിൽ വരുന്ന വാഹനമാണ്. അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതായത് എന്താ പറയുക, ബേസ് എടുക്കുന്നവർക്ക് തന്നെ, ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉണ്ടല്ലോ, നമ്മുടെ സ്പീഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതെല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ, കളർഫുൾ ആയിട്ടുള്ള TFT ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. അത്രയും ഫീച്ചേഴ്സ് ആയിരുന്നു കണ്ടത്, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയും ഫീച്ചേഴ്സാണ്. ഇതാണ് കൺവീനിയൻസ് ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സും എല്ലാം സെറ്റായിട്ടാണ് കിയ ഈ ഒരു വാഹനം ഇറക്കി. അത്യാവശ്യം നല്ലൊരു പ്രോമിസിങ് പ്രോഡക്റ്റാണ്, വാല്യൂ ഫോർ മണിയാണ്, പൈസയ്ക്കൊത്ത വാഹനമാണ്. ഇത് ആക്ച്വലി ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. HTX+ ആണ് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇത് കുറച്ചുകൂടി കിറ്റഡ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് ആക്സസറി ഫിറ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ കണ്ടോ, കുറച്ചുകൂടി എസ്തെറ്റിക് ലുക്ക്, അതുപോലെ തന്നെ അഡ്വഞ്ചറിൻ്റെ ലോഗോ ഒക്കെ കാണാൻ പറ്റുന്നതാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ നമ്മുടെ HTK നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വാഹനം എന്ന്. എല്ലാവരും പറയുന്നത് അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആണെന്നാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ, അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി, പൈസയ്ക്കൊത്ത വാഹനം, അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ഒന്ന് പോയാലോ? ഓക്കെ, ഏവർക്കും ഒരിക്കൽ കൂടി കിയ സീറോസിൻ്റെ HTK വേരിയൻ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ HTK വേരിയൻ്റ്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ലീക്ക് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോഡി ലൈൻ പോലെ ഇങ്ങനെ വന്നിട്ട് കൊടുത്തിട്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് കാണാനും കൊള്ളാം. കിയുടെ ഒരു ലോഗോ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ എയർ ഡാമും, അതുപോലെ തന്നെ ഗ്രില്ലും ഉണ്ടോ, റേഡിയേറ്ററിൻ്റെ ആ ഒരു സംഭവം. പിന്നെ സീറോസ് എന്നുള്ളൊരു ബോർഡ് ആക്ച്വലി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. ആ ബോഡിയുടെ ഈ ഫ്രണ്ട് ഏരിയൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റിൽ നമുക്കൊരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് സെൻസർ വരുന്നുണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് വരുന്നുണ്ട്. പിന്നിൽ നോക്കുകയാണെങ്കിലും റെയർ പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട് കേട്ടോ. റെയർ പാർക്കിംഗ് സെൻസർ മാത്രമല്ല, നമുക്ക് റെയർ ക്യാമറ വരുന്നുണ്ട്. എത്രയും എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണിയിൽ ഇതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇന്റീരിയർസിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ബേസ് വേരിയന്റിന് നമുക്ക് റെയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഹെഡ് ലാംപ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അല്ല, ആക്ച്വലി ഇത് ഹാലജിന്റെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. അതായത് ഹാലജിൻ ആണ് ഇത് ആക്ച്വലി, പക്ഷെ നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് ഇത് വരുന്നത്. അവർ വിളിക്കുന്നത് ആക്ച്വലി ഐസ് ക്യൂബ് ടൈപ്പ് എന്നാണ് വിളിക്കുന്നത്. കിയ ഇസ് നോൺ ഫോർ ദാറ്റ് അല്ലേ. ഐസ് ക്യൂബ് ഹെഡ് ലാംപ്സ് ആണ് എപ്പോഴും അവർ നമ്മുടെ സെൽറ്റോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്യൂബ് പോലത്തെ ഉള്ള ടൈപ്പ്. അതുപോലെ തന്നെ ഈ ബോക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ഒരു ബൾബ് പോലത്തെ ഇരിക്കുന്നത്. പിന്നെ നമുക്കിത് ഹാലജൻ പാർക്കിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്, ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സും. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ലൈറ്റിന്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി റിഫ്ലക്ടേഴ്സ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ എന്നാൽ നമ്മുടെ ടോപ്പിന്റെ ഏരിയയിലൊക്കെ LED ലൈറ്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരുന്നില്ല. ഹെഡ് ലാമ്പും അതുപോലെ തന്നെ പാർക്കിംഗ് ലൈറ്റ്സ് എല്ലാം ഈ ഒരു കാര്യത്തിൽ എംബഡ് ചെയ്ത് കാരണം തന്നെ നമുക്ക് പുതിയൊരു ഒരു പാർട്ടി ഇവിടെ ഒരു കൊടുക്കേണ്ട ആവശ്യമില്ല ഫോഗ് ലാമ്പിന് വേണ്ടിയിട്ട്. അതിന്റെ പൊസിഷനിങ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അഗൈൻ ഈ ഒരു ബ്ലാക്ക് കളർ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ വേറെ കളർ ഇത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ അത് റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡ് കാണാൻ അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ലുക്ക് വരുന്നത്. ഒരു ടോൾ ബോയ് ഡിസൈനാണ്. ഇത് ആക്ച്വലി വിളിക്കുന്നത് മിനി ഡിഫൻഡർ എന്നാണ്. അപ്പോൾ മിനി ഡിഫൻഡറിന്റെ സ്റ്റൈൽ പോലെയാണ് ഇത് ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഹാലജൻ ആണ്. ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കണ്ടത്, ചെറിയ ബോട്ട് പോലത്തെ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് വീൽസ് ആണ്. ഇത് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് തോന്നുന്ന ഒരു ബേസ് വേരിയന്റാണ് കണ്ടത്. സ്റ്റീൽ വീലാണ്, എന്നാലും ഒരു അലോയ് വീലിന്റെ ഒരു ചെറിയൊരു ഛായ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് നോർമലി നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയാണ് വീൽ ആക്ച്വലി ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോപ്പിന്റെ പേരിൽ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡിസൈനിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ വെന്യൂ വരുന്നുണ്ടായത്, അതുപോലെ തന്നെ വിറ്റാറ പ്രസ് അല്ല, ജസ്റ്റ് പ്രസ് ഉണ്ടല്ലോ നമ്മുടെ, അത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരും സുസുക്കിയുടെ. അപ്പോൾ പിന്നിലേക്ക് വരികയാണെങ്കിൽ കിയയുടെ ബാഡ്ജിങ് കാണാം, സീറോസിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ TGDI ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 2 എഞ്ചിനാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് HTK വേരിയന്റ് ആണ് കേട്ടോ, ബേസ് വേരിയന്റ്. 2 എഞ്ചിൻസ് ആണ് വരുന്നത്. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് തുറക്കാം. തുറന്ന് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ എഞ്ചിൻ വരുന്നത്. ടർബോ GDI എഞ്ചിനാണ്. ഈ ഒരു റേറ്റിൽ ആക്ച്വലി ഭയങ്കര അഫോർഡബിൾ ആയ ഒരു വാഹനമാണ്. ടർബോ പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് ഡീസൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പെട്രോളും വരുന്നുണ്ട്. ഡീസൽ 1.5 ലിറ്റർ ആണ്, എന്നാൽ പെട്രോൾ നമുക്ക് ടർബോ 1 ലിറ്റർ ആയിട്ടാണ് വരുന്നത്. 998 cc എഞ്ചിനാണ്.
88.3 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 172 NM ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഞ്ചിൻ. ഓക്കെ, ഇനി നമ്മൾ ബൂട്ടിലേക്ക് പോകുകയാണെങ്കിൽ 465 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. തുറക്കാം. വാവ്, കേട്ടോ, ഇത്രയും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വണ്ടി. പിന്നെ കോമ്പറ്റീറ്ററിന് വരുമെന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ. ഇത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് തുറന്നു കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സീറ്റ് നമുക്ക് മടക്കാൻ പറ്റും. മടക്കി കഴിഞ്ഞ് നോക്കി എത്രയും വലിയ ബൂട്ട് സ്പേസ്. നിങ്ങൾക്ക് ആ 465 ലിറ്റർ എന്നുള്ള ബൂട്ട് സ്പേസ് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ആക്ച്വലി സ്പ്ലിറ്റ് സീറ്റ് അല്ല, ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പിന്റെ വേരിയന്റിൽ നമുക്ക് ഈ ഒരു സീറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 60:40 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പകുതിയായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ ഈ വേരിയന്റിലാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇത് ഏതാ വേരിയന്റ് നോക്കാം. ഇത് HTK+ വേരിയന്റ് ആണ്. ഇത് നമുക്ക് ആക്ച്വലി സ്പ്ലിറ്റ് സീറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് മടക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതിന്റെ ഒരു ബട്ടൺ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ആക്ച്വലി നമുക്ക് 60:40 ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊന്ന് തിരിച്ച് എൻ്റെ അമ്മ, യെസ്, ഇങ്ങനെ ആക്കി വെക്കാം. പിന്നോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇത് HTK+ ആണ് കേട്ടോ, ഇതിന്റെ തൊട്ടടുത്ത വേരിയന്റ്. പിന്നെ സീറ്റിന്റെ ഫാബ്രിക് ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കിയ അറിയാമല്ലോ, ഫീച്ചേഴ്സും അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ എപ്പോഴും ടോപ്പ് നോച്ചാണ്. പിന്നെ നമുക്ക് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു വണ്ടിയിൽ. വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഈ ഒരു സീറ്റ് ബെൽറ്റ് വെക്കാനുള്ള ഒരു ചെറിയ പോർട്ട് കണ്ടോ, ഇങ്ങനൊരു സംഭവം നന്നായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇൻ കേസ് ഇനി ഒരു 4ാമത്തെ ആൾ ഇരിക്കുകയാണെങ്കിൽ തിരക്കി ഇരിക്കേണ്ട വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ ബെൽറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ മുതുകിൽ ഇങ്ങനെ തട്ടിയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും, ചിലപ്പോൾ പെയിനും ഉണ്ടാവും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിയ കണ്ടുപിടിച്ചൊരു വഴിയാണ്. നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ ഫ്രണ്ട് ഹുക്ക് ഉണ്ടല്ലോ, ഈ ഒരു ബെൽറ്റിന്റെ ലോക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ചെറിയൊരു കാര്യമാണെങ്കിലും അതൊരു വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ സീറ്റിന്റെ കാര്യം നോക്കാൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് ചെറിയൊരു സ്മൂത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ കാണാൻ അത്യാവശ്യം ഒരു മോഡേൺ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, കൂടുതൽ അബ്സ്ട്രാക്ട് ഡിസൈൻ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി മുകളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഷാർക്ക് ആൻറ്റിനാണ് വരുന്നത്. നമുക്ക് ബൂട്ട് അടയ്ക്കാം. ഇത് അടയ്ക്കാനുള്ള ചെറിയൊരു ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്താ പറയാനുള്ളത്, എത്ര മാത്രമാണ് ഇവിടെ വെച്ചിട്ട് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് പുള്ളി കഴിഞ്ഞിട്ട് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ വേറെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം തന്നെയാണ്. 465 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ്. ഈ ഒരു സംഭവങ്ങൾ നോർമലി വരുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അതുപോലെ തന്നെ ചെറിയ ഒരു 2 പോർട്ട് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ നെട്ടും ബോൾട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഏരിയയിൽ ഇപ്പോൾ ചെയ്തത്. ലൈറ്റ് ഉണ്ടോ? ഇവിടെ ലൈറ്റ് ഇല്ല, അവിടെയാണ് ലൈറ്റ് നമുക്കുള്ളത്. ജസ്റ്റ് നമുക്കിതൊന്ന് അടയ്ക്കാം. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ ഈ ഏരിയയിലായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു റിവേഴ്സ് ലൈറ്റ് കാണാം. ഇതാണ് ടെയിൽ ലാംപ്സ് വരുന്നത്. ഹാലജൻ ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. അപ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ആണ്. റെയർ പാർക്കിംഗ് സെൻസേഴ്സ് കണ്ടോ വരുന്നുണ്ട്. പിന്നെ ഈ ഏരിയയിൽ കുറച്ചുകൂടി പ്രീമിയം ഫിനിഷിന് വേണ്ടിയിട്ട് അതിന് ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ ആഷ് ട്രീറ്റ്മെന്റ് ഈ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റ് എവിടെ നോക്കാം. എക്സോസ്റ്റ് ഇവിടെയാണ് നമ്മുടെ എക്സോസ്റ്റ് നോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ട് ഈ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ. ഇങ്ങനത്തെ ഒരു നമ്മുടെ ഡോറിലൊക്കെ കൊടുത്തിട്ടുള്ള ഈസ്റ്റർ എഗ്സ് വല്ലതും ഉണ്ടോ നോക്കാം. ഇല്ല. പിന്നെ ടോപ്പ് മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് കടക്കാം, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. പിന്നെ കുറച്ചുകൂടി ഒരു ക്യൂബോയിഡ് ഡിസൈൻ ആണ്, കുറച്ചുകൂടി ഷാർപ്പ് കട്ട്സ് ഉള്ളത് കാരണം ഷാർപ്പ് വിത്ത് സ്മൂത്ത് കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ക്യൂബായിട്ട് ഡിസൈനും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിയത് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് കാണുന്നത് പോലെ അതേപോലെയാണ് വാഹനത്തിന്റെ ഒരു ഡിസൈൻ വരുന്നത്. അത് ഏകദേശം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ടാണ് നമുക്ക് സൈഡ് മിറേഴ്സിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നില്ല. എന്നാൽ നമുക്ക് ടോപ്പിന്റെ വേരിയന്റിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇന്റീരിയേഴ്സിലേക്ക് കയറിയാലോ. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ദാറ്റ്സ് എ റിയലി നൈസ് തിങ് ടു ഗിവ് എ പ്രീമിയം ലുക്ക്. ഓക്കെ, കയറിയിരുന്നു. ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. എല്ലാ കാറിലും കയറിയിരിക്കുന്ന പോലെയല്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ ഡിസൈൻ ടോൾ ബോയ് ഡിസൈനും അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിസൈനും കണ്ടു. ഡോറൊക്കെ കുറച്ചുകൂടി താഴത്തുള്ളത് കാരണം നമുക്ക് കുറച്ചുകൂടി ഉയർന്ന രീതിയിലാണ് തോന്നുന്നത്. പിന്നെ ഡ്രൈവിംഗ് പോർഷൻ, സീറ്റിംഗ് പോർഷൻ ഇരിക്കുകയാണെങ്കിലും കുറച്ചുകൂടി നല്ല എന്താ പറയാ, ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഫീൽ ചെയ്തിട്ട് ഇരിക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര വിസിബിലിറ്റി ആണ് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ഇവിടെ ടോപ്പ് റെയർ വ്യൂ മിറർ, മിഡിൽ റെയർ വ്യൂ മിറർ വരുന്നുണ്ട്. അങ്ങനെ ഹെഡ് ലാംപ്സ് അല്ല, റീഡിംഗ് ലാംപ്സ് കാണാം. സൺ ഗ്ലാസ് ഹോൾഡർ, യെസ്. വാനിറ്റി മിറർ എനിക്ക് തോന്നുന്നു ടോപ്പിൽ വരുന്ന ചിലപ്പോൾ വരുന്നുണ്ടാവും. ഇതാണ് പിന്നെ ഹൈലൈറ്റ് പറയാനുള്ളത്, സ്റ്റിയറിംഗിന്റെ ഒരു ഡിസൈൻ കണ്ടോ. ഡി കട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുറച്ചുകൂടി ഡി കട്ടിനെക്കാളും കുറച്ചുകൂടി യൂണീക്ക് ഡിസൈനിലാണ് സ്റ്റിയറിംഗ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ,
ഷാർപ്പ് കട്ട്സും ഇല്ല, എന്നാൽ വളരെ സ്മൂത്ത് ആയ കോണ്ടൂർസും ഇല്ല. ഒരു സ്മൂത്തൻ രീതിയിലാണ്, ഒരു എന്താ ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോൺ നമുക്ക് നോക്കിയാലോ, വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ കീ വരുന്നത്, കണ്ടോ. ടോപ്പ് ആൻഡ് വേരിയന്റിന്റെ കീ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഇങ്ങനെ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ഇത് ആക്ച്വലി 12.3 ഇഞ്ചിന്റെ HD ഇൻഫർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ ഇത് ആക്ച്വലി 4.2 ഇഞ്ചിന്റെ കളർ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം, എല്ലാം ഡിജിറ്റലാണ്. സ്പീഡോമീറ്റർ, ഇത് സ്പീഡോമീറ്റർ, RPM മീറ്റർ, പിന്നെ കറന്റ് ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോൺ നോക്കിയാലോ. ഓക്കെ, ഭയങ്കര ഒരു എന്താ പ്രീമിയം വണ്ടികൾ നമ്മുടെ BMW, അതേപോലെ തന്നെ ബെൻസിലൊക്കെ കാണുന്ന പോലത്തെ, നമ്മുടെ ഫോക്സ് വാഗനിലെ പോളോയിലൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് വെക്കില്ല, അതേപോലത്തെ ടൈപ്പ് ഓഫ് ഹോൺ ആണ് വരുന്നത്. കിയുടെ ഒരു ബാഡ്ജിന്റെ എസ്തെറ്റിക് ആയിട്ട് സൈഡിൽ നീക്കി വെച്ചിട്ടുണ്ട്, അത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. എന്താ പറയുക, ചെറിയൊരു ഭംഗിയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ആണ്, യൂണീക്ക് ആണ്. നമ്മൾക്ക് നമ്മുടെ ഒരു വാഹനം യൂണീക്ക് ആവണമെന്നുണ്ടാവുമല്ലോ, അതേപോലെ അത് നോട്ട് ചെയ്തിട്ടാണ് കിയ വണ്ടിയുടെ സ്റ്റീറിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഓരോന്ന് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കോളറ്റ് ഇന്ത്യയുള്ള സംഭവങ്ങളൊക്കെ ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. റെയർ പാർക്കിംഗ് സെൻസർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ, റെയർ പാർക്കിംഗ് ക്യാമറയുടെ. ഇത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് 7 സ്പീഡ് DCTയിൽ വരുന്നുണ്ട്. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഇത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് ഓടിച്ചവർ പറയുന്നത് അടിപൊളി പുള്ളാണെന്ന്. കാരണം 172 Nm ഓഫ് ടോർക്ക് ഈ ഒരു റേഞ്ചിൽ ടർബോ പെട്രോൾ വേറെ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അധികം എന്താ പറയുക, ഒരു ഫുള്ള് നല്ലൊരു ടോർക്കി വാഹനമാണ് ഇത് ആക്ച്വലി. നമുക്ക് ഗിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേട്ടോ, ഇത് ആക്ച്വലി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തും സിക്സ്ത്തും ആണ് വരുന്നത്. പിന്നെ റിവേഴ്സിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ആക്ച്വലി കിയടയിൽ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. നമുക്ക് മഹേന്ദ്രനും ഫോക്സ് വാഗനിലൊക്കെ കണ്ട പോലെ തന്നെ മുകളിലേക്ക് പുള്ളി ചെയ്തിട്ട് ഇടുന്നതാണ് റിവേഴ്സ്, കണ്ടോ. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഓൺ ആയി അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഗൈഡ് ലൈനും ഈ ഒരു സംഭവത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ഹാൻഡ് ബ്രേക്കും പിന്നെ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് പറയാം. ഈ ഒരു ചെറിയൊരു ഹോൾഡറാണ് ഇത്. ജസ്റ്റ് കീ അടച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തോന്നിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക, ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങളും കണ്ടോ. ആ ഒരു 2 കീ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ബോട്ടിൽ ഹോൾഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കീ ഇവിടെ വെക്കാൻ പറ്റും, 2 ബോട്ടിൽ ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ കൂടുതൽ എന്തെങ്കിലും വരുന്നെങ്കിൽ ഫോൺ അല്ലെങ്കിൽ വല്ലതും വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചാർജിങ് പോർട്സ് ആണ് വരുന്നത്. C ടൈപ്പ് ചാർജർ ആണ്. അതുപോലെ തന്നെ ഇത് 12 വോൾട്ടിന്റെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്ന 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും. പിന്നെ അഗിന് ഇവിടെ C ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷനാണ്. ഇത് ഒരു ബട്ടൺ പോലെ ആക്ട് ആവും. നമുക്ക് ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് AC ഫംഗ്ഷനിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നോക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല സൈലന്റ് സ്റ്റാർട്ട് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയ ഒരു എഞ്ചിനാണ്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ പെട്രോൾ. നമുക്ക് ഡീസൽ വരുന്നുണ്ട്, 1.5 ലിറ്ററിന്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. വെഹിക്കിളിന്റെ സൗണ്ട്, ഫോൺ കണക്ഷൻ, ബ്ലൂടൂത്തിന്റെ കാര്യങ്ങൾ, ലേഔട്ട്, ഡിസ്പ്ലേയിൽ മാറ്റാനുള്ള കാര്യങ്ങൾ. പിന്നെ മീഡിയയിൽ പോവുകയാണെങ്കിൽ റേഡിയോ FM കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആക്ച്വലി FM ഓഫ് ആണ്. നമുക്ക് വോളിയം ബട്ടണും ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഓൺ ആക്കാൻ ഇതും ഓഫ് ആക്കാനും പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. വോളിയം ഇൻക്രീസ് ആക്കാനും കുറയ്ക്കാനും ഇത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ സെർച്ച് ചെയ്യാൻ മാപ്പ് ഓപ്ഷനുകൾ കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ AC ഫംഗ്ഷനിങ്ങും AC പ്ലേസ്മെന്റ് കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ്സിന്റെ ഓപ്ഷനും ഇത് കണ്ടോ. ഹസാർഡിന്റെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഹസാർഡ് ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. AC കാര്യങ്ങളും പിന്നെ ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ടെക്സ്ചർ പോലെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് കാണാം. ഇതെന്താന്ന് എനിക്കറിയില്ല, ഡൗട്ട് ഉണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് AC ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓട്ടോ AC കാര്യങ്ങളൊക്കെ. ഇതിൽ ഓട്ടോ AC വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ ഓട്ടോ AC ആക്ച്വലി വരുന്നില്ല. ഫ്രണ്ട് AC ടെമ്പറേച്ചർ കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇത് കണ്ടോ, ലൈറ്റ്സ്. ഇത് ഇപ്പോൾ ആക്ച്വലി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ്സ് ആണ്, കൂട്ടനാണെങ്കിൽ റെഡ് ലൈറ്റ് ആണ് കാണാൻ. ഓക്കെ, പോലീസ് ലൈറ്റ്സ് പോലെ ഉണ്ട്. ഓക്കെ, ഇത് ഫ്രണ്ടിന്റെ ആ ഒരു ഹീറ്റർ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ്. പിന്നെ ഇത് ഫംഗ്ഷനിങ്ങും എങ്ങോട്ടാണ് ലൈറ്റ് അല്ല AC ഫ്ലോ വേണ്ടതെന്നും, അതുപോലെ തന്നെ റീസൈക്ലിംഗിന്റെ ബട്ടൺ, AC ഓഫ് ആക്കാനുള്ള ബട്ടൺ, മറ്റേ ഫാനിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണാണ് ഇത് ആക്ച്വലി വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. ഇവിടെ ചെറിയ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം ഈ ഏരിയയിൽ നമുക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് പിടിക്കാൻ പറ്റും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിലും ഇറ്റ്സ് ഡീസെന്റ്. കൂടുതൽ സ്പേസ് ഇല്ല, എന്നാലും നമുക്ക് നോർമലി കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരാൻ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും കാണുന്നുണ്ട്. പിന്നെ
ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഉണ്ടാവാന്ന്. ഫ്യൂവലിന്റെ ഗോജ് ഇവിടെയാണ് കാണിക്കുന്നത്. ആണോ, എത്രയും ഫീച്ചേഴ്സ് ആണ് ഇതിൽ ആക്ച്വലി കാണിക്കുന്നത്. ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെൻട്രൽ കൺസോൾ വിത്ത് ആംറെസ്റ്റ്, പിന്നെ ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ്, പിൻ ലോക്ക് ആണെങ്കിൽ ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ സെൻട്രൽ ലോക്കിംഗ് ഡേ നൈറ്റ് നമുക്ക് നോർമലി വരുന്നത് തന്നെയാണ്. ഓട്ടോ ലൈറ്റ് കൺട്രോൾ പറഞ്ഞ സംഭവം വരുന്നുണ്ട്. അതായത് ഇതിൽ നമുക്ക് ഓട്ടോ ഓപ്ഷൻ വരുന്നുണ്ട്. ഓട്ടോ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് ഒരു ടണൽ കൂടെ പോവുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡ് ലാമ്പ്സ് ഓൺ ആയിക്കോളും. ആ ഒരു പുറത്തത്തെ വിസിബിലിറ്റി അനുസരിച്ചാണ് ലൈറ്റിന്റെ ഫംഗ്ഷനിങ് വരുന്നത്. പിന്നെ റിമോട്ട് കീ, റെയർ ഡോർ, സൺഷെയ്ഡ് കർട്ടൻ, അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ 4 ഉണ്ട്. അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസേഴ്സും 4 ഉണ്ട്. ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് വേരിയന്റിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. 6 എയർ ബാഗ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. ABS വിത്ത് EBD, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, പേജ് പോലെ കാണിക്കുന്ന ബട്ടൺ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയർ പ്രഷറിന്റെ മോണിറ്ററിംഗ് സിസ്റ്റം കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതാണ് ഡോറിന്റെ ഡിസൈൻ വരുന്നത്. ആക്ച്വലി കണ്ടോ, ഈ ഒരു സ്മൂത്ത് ഫിനിഷ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പ്രീമിയം ലുക്കാണ് വരുന്നത്. പിന്നെ ഡോറിന്റെ കളറും ഈ ഒരു ഡിസൈൻ പാറ്റേണും കാണാൻ ഇറ്റ്സ് നൈസ്. പിന്നെ നമ്മുടെ സീറ്റല്ല, നമ്മുടെ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, പവർ വിൻഡോസ്, നോർമൽ കാര്യങ്ങൾ. പിന്നെ ഇത് കുഷനിങ് ആണോ അല്ല, ഇത് അഗൻ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പീക്കറിന്റെ 4 സ്പീക്കറാണ് ഈ വാഹനത്തിൽ വരുന്നത്. അവിടെ നമുക്ക് ഈ ഓറഞ്ച് പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് പെയിൽ ഓറഞ്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അഗൻ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ABC. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഫ്യൂസിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് പിന്നോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. യെസ്, വളരെ കംഫർട്ടബിൾ ആയ ഒരു കാര്യമാണ്. എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ സീറ്റ് ഭയങ്കര സപ്പോർട്ടീവ് സീറ്റ്സ് ആണ്, വളരെ കുഷനിങ് ആണ്. ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിലും ഡ്രൈവേഴ്സിന് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സീറ്റ് വളരെ ഒരു സൈഡിൽ നമ്മുടെ മുതുവിന്റെ ഈ ഒരു കൈയിന്റെ ആമിന്റെ അവിടെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. കൂടുതൽ ജേണിയൊക്കെ പോവുകയാണെങ്കിലും ദൂരയാത്രകൾ പോവുകയാണെങ്കിലും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. 2 ചാർജിങ് പോർട്ട്, C ടൈപ്പ് ചാർജിങ് പോർട്ട്, ഫോൺ വെക്കാനുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് മിഡിൽ ആംറെസ്റ്റ് വരുന്നില്ല, ടോപ്പ് ആൻഡ് വേരിൽ വരുന്നുണ്ട്. പിന്നെ സീറ്റിന്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് നോക്കേണ്ട കാര്യം. അടുത്തത് പിന്നിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റിട്രാക്റ്റബിൾ സൺഷെയ്ഡ് ആണ്. കണ്ടോ, ബേസ് വേരിയന്റിൽ ഏത് ബ്രാൻഡാണ് ഗൈസ് കൊടുക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? നിങ്ങൾ പറയൂ. ഇല്ല, കൊടുക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് ദാറ്റ്സ് വാട്ട് മേക്സ് കിയ ഡിഫറെന്റ്. നമുക്ക് ഡോറിന്റെ ലൈറ്റ്സ് കാണാം, നമുക്ക് ഓണാക്കാൻ പറ്റും. പിന്നെ ഹാൻഡിൽസ്, അതൊക്കെയാണ് ഈ വണ്ടിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് സെൽറ്റോസ് അല്ല സിറോസ് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യൂ നിങ്ങളുടെ ഒപ്പീനിയൻസ്. ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ മറക്കരുത്. ഇതാണ് പിന്നത്തെ ഹാൻഡ്സ്. ഇത് ആക്ച്വലി അഡ്ജസ്റ്റബിൾ അല്ല. പിന്നത്തെ നടുവിലത്തെ പാസഞ്ചറിന് എന്താ പറയാ, ഹെഡ് റെസ്റ്റ് ഇല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഈ വാഹനത്തിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.